ശിലായുഗത്തിലേക്ക് തിരികെ എത്തിക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് മറുപടിയുമായി ഇറാൻ. അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ ബോംബാക്രമണങ്ങൾക്ക് ഇറാനെ ശിലായുഗത്തിലെത്തിക്കാനാകില്ല എന്ന് ഇന്ത്യയിലെ ഇറാൻ എംബസി വ്യക്തമാക്കി. കരയുദ്ധത്തിന് വന്നാൽ ശത്രുസേനയിൽ ആരും ശേഷിക്കില്ലെന്ന് ഇറാൻ കരസേനാ മേധാവി അമീർ ഹത്താമി പറഞ്ഞു. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിനായി ബ്രിട്ടന്റെ നേതൃത്വത്തിൽ 35 രാജ്യങ്ങൾ യോഗം ചേരും. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി യോഗത്തിൽ ഓൺലൈനായി പങ്കെടുക്കും. അമേരിക്കൻ സൈനികരെ ശവക്കുഴിയിലേക്ക് തള്ളിവിടുന്നത് നിങ്ങൾ തന്നെയെന്നാണ് ട്രംപിന് ഇറാന്റെ മറുപടി. അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ ബോംബാക്രമണങ്ങൾക്ക് ഇറാനെ ശിലായുഗത്തിലെത്തിക്കാനാകില്ലെന്നും ഇന്ത്യയിലെ ഇറാൻ എംബസി എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ പറയുന്നു. ശിലായുഗം മുതൽ ആധുനിക കാലം വരെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയതും മാനവരാശിക്കെതിരെ കുറ്റങ്ങൾ ചെയ്തതും നിങ്ങളാണെന്നും ഇറാൻ എംബസി. വെറും 250 വർഷത്തെ മാത്രം ചരിത്രമുള്ള അമേരിക്ക 6000 വർഷം പഴക്കമുള്ള നാഗരികതയാണ് വെല്ലുവിളിക്കുന്നതെന്ന് IRGC കമാൻഡർ സയ്യിദ് മജീദ് മൂസവി പറഞ്ഞു. പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിജയപ്രഖ്യാപനത്തിന് പിന്നാലെയാണ് മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തിയത്. കരയുദ്ധത്തിന് മുതിർന്നാൽ ശത്രുസേനയിൽ ആരും ശേഷിക്കില്ലെന്നും ഇറാൻ കരസേനാ മേധാവി അമീർ ഹത്താമി മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ സൈനികരുടെ ചലനങ്ങൾ നിരീക്ഷിക്കുകയാണെന്നും അമേരിക്കൻ ആക്രമണം നേരിടാൻ ഇറാൻ സൈന്യം സജ്ജമാണെന്നും ഹത്താമി വ്യക്തമാക്കി. അതിനിടെ ഹോർമുസ് തുറക്കുന്നതിനായി ബ്രിട്ടന്റെ നേതൃത്വത്തിൽ യോഗം ചേരും. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, കാനഡ, UAE തുടങ്ങി 35 രാജ്യങ്ങളാണ് ചർച്ചയിൽ പങ്കെടുക്കുക. 19 മിനിറ്റുള്ള അഭിസംബോധനയിൽ ഇറാനിലെ ആക്രമണം എത്ര ദിവസം നീളുമെന്ന് കൃത്യമായി പറയാൻ ട്രംപിനായില്ല. ഇറാൻ യുദ്ധം അമേരിക്കയുടെ ഭാവിക്കായുള്ള നിക്ഷേപമാണെന്നാണ് ട്രംപ് പ്രതികരിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.